പ്രിയപ്പെട്ടവരെ നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗൾഫ് രാജ്യത്ത് കുവൈറ്റിലുണ്ടായ ദുരന്തം നമ്മുടെ ഏവരെയും ദുഃഖിപ്പിച്ചുവല്ലാതെ. വാസ്തവത്തിൽ ഗൾഫിൽ ഇപ്പോൾ ജീവിക്കുന്നവർക്ക് ഒരു വലിയ മാനസികാഘാതം ഏൽപ്പിച്ചൊരു സംഭവമായിരുന്നു അത്. 45ഓളം പേരുടെ ജീവൻ പൊലിഞ്ഞു എന്നാണ് കണക്ക്. 50ഓളം പേരുണ്ടെന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു. അതിൽ 23 പേരുടെ മൃതദേഹങ്ങൾ മലയാളികളുടേതാണ്. മൊത്തം 31 ഇന്നലെ തിരുവനന്തപുരത്തുള്ള കൊച്ചി വിമാനത്താവളത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റുവാങ്ങിയത്. 23ഓളം പേര് മലയാളികളാണ്. എവിടെ ഒരു ദുരന്തം ഗൾഫ് രാജ്യത്തുണ്ടായാലും അതിൽ ഏറ്റവും കൂടുതൽ പേരുടെ ജീവൻ പൊലിയുന്നത് മലയാളികളുടേതാണ്. എന്ന് പറഞ്ഞാൽ മലയാളികളുടെ സംഖ്യയാണ് ഗൾഫ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ എന്നർത്ഥം. ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അതിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി നമ്മൾ മലയാളികളാണ്. അതുകൊണ്ട് അപകടം ഉണ്ടാകുമ്പോഴും സ്വാഭാവികമായിട്ടും ജീവൻ പൊലിയുന്നവർ അല്ലെങ്കിൽ പരിക്കേൽക്കുന്നവർ കൂടുതലും നമ്മുടെ മലയാളികളായിരിക്കും. നമ്മുടെ തൊഴിലന്വേഷിച്ച് അവിടെ എത്തിയതാണ്. ഈ ഒരു ദുരന്തത്തിൻ്റെ കാരണം പറയുന്നത് ഒന്നുകിൽ അവിടെ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്ന് തീ പടർന്നതാവാം, അതല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടാണ്. പക്ഷേ ഏറ്റവും പുതിയ വർത്തമാനങ്ങൾ പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് എന്നാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം എന്നാണ് അധികാരികൾ നൽകുന്ന ചില സൂചന. അത് ഗൾഫിലെ ഒരുപാട് നാൾ ജീവിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ വളരെ കൃത്യമായി പാലിക്കാതെ പലപ്പോഴും നമുക്ക് താമസിക്കേണ്ടി വരുന്നു. അതാരുടെയും കുറ്റമല്ല അനീഷ്, ഗതികേടാണ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ടാണ് ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഗവൺമെൻറ് പറയുന്നത് പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയാതെ വരും. ഈ മരണമടഞ്ഞ കുടുംബാംഗങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, ബിസിനസ് പ്രമുഖർ, പിന്നെ അതുപോലെ മറ്റ് ചില സ്ഥാപനങ്ങൾ, ഈ കമ്പനി അധികൃതർ, കുവൈറ്റ് സർക്കാർ ഒക്കെ തന്നെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നഷ്ടപ്പെട്ടു പോയ ജീവന് ഒരു പരിഹാരം ആവുന്നില്ല. നഷ്ടം ആ കുടുംബാംഗങ്ങൾക്ക് സംഭവിച്ചത് ഒരു നഷ്ടം തന്നെയാണ്. അപ്പോൾ ഇനി ഇത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഗൾഫ് രാജ്യത്ത് ഇപ്പോൾ കുവൈറ്റിൽ ഈ ഒരു അപകടം നടന്നു. 45-നും 50-നും ഇടയ്ക്ക് ആൾക്കാർ മരണപ്പെട്ടു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ചില രാജ്യങ്ങളിൽ ഇതുപോലെ അപകടമുണ്ടാകുമ്പോൾ ആ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം കൃത്യമായി പുറത്തു വരാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ അതിപ്പോൾ രാജ്യത്തിൻ്റെ പേര് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 19ഓളം പേര് മരണമടഞ്ഞ ഒരു സംഭവത്തിൽ ഒരാളിൻ്റെ പേര് മാത്രമായി പുറത്തു വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം അങ്ങനെ സംഭവിച്ചില്ല. ഇത് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നു. അപ്പോൾ അതൊന്നും നമ്മൾ ആരുടെയും കുറ്റമായിട്ട് പറയല്ല. നമ്മൾ മലയാളികൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ജീവനോപാധി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഗൾഫ് രാജ്യത്തേക്ക് എത്തുന്നത്. നമ്മൾ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾ, നമ്മുടെ മക്കൾ, ബന്ധുക്കൾ, അവരെടുത്തപ്പോൾ ഇന്ന് ലീവിന് വരും അല്ലെങ്കിൽ നാളെ വരും എന്ന് പറഞ്ഞ് വരുന്നിടത്തൊരു മൃതദേഹം വീട്ടിലേക്ക് എത്തപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായത്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. എന്നിരുന്നാലും ഇതിപ്പോൾ അധികം പൊക്കമുള്ളൊരു ബിൽഡിംഗ് ഒന്നുമല്ല, 6-7 നിലയുള്ള ബിൽഡിങ്ങാണ്. സാധാരണ ഗൾഫ് രാജ്യത്തൊക്കെ ഇപ്പം ഷാർജയിലൊക്കെ ഞാൻ താമസിച്ചിരുന്നത് 15 നിലയുള്ള ബിൽഡിങ്ങിലാണ്. അബുദാബിയിലല്ല, മുംബൈ ഏഷ്യാനെറ്റിലുള്ളപ്പോൾ. അപ്പോൾ 15, 20, 30 നിലയുള്ള ബിൽഡിങ്ങുകളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ. ഇത് അത്ര വലിയ ബിൽഡിംഗ് അല്ല, അത്ര വലിയ കെട്ടിടം മറ്റതുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്ര വലിയ കെട്ടിടമല്ല. എന്നിട്ട് ഇത്രയും വലിയൊരു അപകടമാണ് സംഭവിച്ചത്. ഇതിൽ മലയാളികളുടെ കാര്യമാണ് നമ്മൾ മാധ്യമങ്ങൾ കൂടുതൽ പറയുന്നെങ്കിലും അന്യഭാഷക്കാർ, ഫിലിപ്പീൻസുകാർ ഒക്കെ തന്നെ ഇതിൽ മരണപ്പെട്ടവരുണ്ട്. ബീഹാറുകാരുണ്ട്, തമിഴ്നാടുകാരുണ്ട്, കർണാടക സ്വദേശികളുണ്ട്. എല്ലാവർക്കും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. മലയാളികളുടെ എണ്ണം വളരെ കൂടുതൽ എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ, ദുരന്തങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നിന് നമുക്കെന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ ആദ്യം നമുക്കൊരു നിസ്സഹായാവസ്ഥയാണല്ലോ. നമ്മുടെ ഉറ്റവര്, ബന്ധുക്കളെല്ലാം മറ്റൊരു രാജ്യത്ത്, ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവിടെ പെട്ടെന്നൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ആ ഗവൺമെന്റ് എന്ത് പറയുന്നു എന്നുള്ളത് അനുസരിക്കുക. അത് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിലപ്പോൾ പുറത്തു വരാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഈ കുവൈറ്റ് ദുരന്തത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ വാർത്തകൾ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ കണ്ടൊരു കാര്യം, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു തീരുമാനങ്ങളെല്ലാം. ഇപ്പോൾ ഉദാഹരണത്തിന് കുവൈറ്റിലെ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു, ആശുപത്രി സന്ദർശിക്കുന്നു. കുവൈറ്റ് ഇന്ത്യൻ എംബസി വളരെ കാര്യമായിട്ട് പെട്ടെന്ന് തന്നെ ഹെൽപ്പ് ലൈൻ നമ്പർ വരുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പെട്ടെന്ന് കുവൈറ്റിലേക്ക് എത്തുന്നു. നോർക്ക അടിയന്തരമായിട്ട് സഹായം എത്തിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് നിർഭാഗ്യവശാൽ ഇപ്പം 23 മലയാളികളും ഉണ്ട് അതിനകത്ത്.
അവരുടെ മൃതദേഹം കൊണ്ടുവന്ന സമയത്തും നമ്മൾ ശ്രദ്ധിച്ചതാണ്, നാട് മുഴുവൻ ഒന്നടങ്കം അതെ, നാട് ഏറ്റുവാങ്ങുന്ന നൽകിയ ഒരു അന്ത്യാഞ്ജലി തന്നെയാണ് പോലീസ് നൽകിയത്. അതെ അതെ അതെ, എല്ലാം വളരെ ദുഃഖമുള്ളൊരു കാര്യമാണ്. പിന്നെ മൊത്തത്തിൽ നമ്മുടെ നാടിൻ്റെ ദുഃഖമാണ്. അതെ. പിന്നെ ഇനി ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ ഇപ്പോൾ ഒരുപാട് പേര് വാഗ്ദാനങ്ങളെല്ലാം നൽകിയിട്ടുണ്ടല്ലോ, അത് എത്രയും പെട്ടെന്ന് അവരുടെ കൈകളിലേക്ക് എത്തണം. കാരണം നഷ്ടം വന്നു. അതെ. ഇനി അതിന് നമുക്ക് എങ്ങനെ അതിജീവിക്കാം, ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് പ്രശ്നം. സാധാരണക്കാരായിരിക്കുമല്ലോ. അതെ, കൂടുതലും ഗൾഫിൽ പോകുന്നവർ സാധാരണക്കാരാണല്ലോ, ഈ ജീവിക്കാൻ പോകുന്നവരാണല്ലോ ഗൾഫുകാർ. അതിൽ സംശയമൊന്നുമില്ല, സാധാരണക്കാർ തന്നെയാണ് ഗൾഫുകാർ. അതിൽ ചില എക്സെപ്ഷൻസ് മാത്രമേ വരൂ. എന്നാൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരാതിരിക്കാൻ നമ്മൾ തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഒരു കരുതൽ വേണം, നമ്മൾക്കൊരു കരുതൽ വേണം. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇത് ഗൾഫ് രാജ്യത്ത് വസിക്കുന്ന തൊഴിലിടങ്ങളിൽ വസിക്കുന്ന തൊഴിലിടങ്ങളിൽ, തൊഴിൽ സ്ഥലങ്ങളില്ല, ജോലി ചെയ്യുന്ന ക്യാമ്പുകളിൽ വസിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്. ഒരു ഗൾഫുകാരൻ എന്നുള്ള നിലയ്ക്ക് തന്നെ പറയണം, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വരാൻ പാടില്ല. കാരണം ഒരു വലിയ ദുരന്തം വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ മക്കൾ, ഒരു മൊത്തത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് നമ്മളെത്തും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ആരുടെയും അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതല്ല. ഇത് ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ പറയുന്നത്. എന്നാലും അവിടെ ആവശ്യത്തിലധികം പാചക വാതക സിലിണ്ടറുകൾ ശേഖരിച്ചിരുന്നു താഴെ എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അത് പാടുണ്ടോ? അത് നിയമവിരുദ്ധമായിട്ടല്ലേ നമ്മൾ ചെയ്തത്? അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ, പിന്നെ ചെറിയ കഫ്റ്റീരിയ, അവിടെയൊക്കെ ആവശ്യത്തിലധികം, ഇത് ചെറിയ ഇടമാണ്. അത്തരം സംഗതികളെല്ലാം തന്നെ ഗൾഫിൽ ജീവിക്കുന്ന നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഒരു അഭ്യർത്ഥന പറയാനുള്ളത്. ഇനി സർക്കാർ തലങ്ങളിലും മറ്റ് ഏജൻസികളും ഒക്കെ എടുത്തിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അത് കുറച്ച് നന്നായി തന്നെ നടന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ് മന്ത്രി എത്തിയിട്ടുണ്ട്, കേരള സർക്കാരിൻ്റെ എത്തിയിട്ടുണ്ട്, നോർക്ക് എത്തിയിട്ടുണ്ട്, എംബസി എത്തിയിട്ടുണ്ട്, കുവൈറ്റ് അധികാരികൾ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് ഇന്നലെ ബോഡി ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. ഇനിയുള്ള നടപടികളും വളരെ വേഗത്തിലാവണം. വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ സർക്കാരുകൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം. ഒരു വലിയ ദുരന്തമാണ് നമ്മൾ നേരിട്ടിരിക്കുന്നത്. ആ കുടുംബങ്ങൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഓരോ പ്രവാസിക്കുമുണ്ട്. ആ പ്രവാസിക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശം നൽകുന്ന സർക്കാരുകൾക്കുണ്ട്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഞങ്ങളും.